Hello guys, welcome back my channel. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഏപ്രിൽ 14 അപ്പോൾ ഇന്ന് നമ്മുടെ വിഷു ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു സൺഡേ വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ചെറുതായിട്ട് ചെറിയൊരു ഔട്ടിംഗ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു വീഡിയോ ആക്കാം. സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നേരെ എണീറ്റ് മേലെ കയറിയപ്പോഴാണ് ഈ ഒരു വ്യൂ ഞാൻ ഷൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്ന് വിഷു ആണ്. അപ്പോൾ ഞാൻ മേലെ ഒരു കണിക്കൊന്നൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടോ. അപ്പോൾ അതെല്ലാം കുറേ ആൾക്കാർ ഇന്നലെ തന്നെ പറിച്ചുകൊണ്ട് പോയിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ മരമെല്ലാം കാലിയായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ നമുക്കിന്ന് ഉപ്പുമാവും ചായയും തന്നെയായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അതിനുശേഷം ഞാൻ പുറത്ത് പോകാനുള്ള ഡ്രസ്സെല്ലാം എടുത്ത് വെക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഔട്ടിങ്ങിന് ഇടാൻ വിചാരിക്കുന്ന കോസ്റ്റ്യൂം കേട്ടോ. അങ്ങനെ ഞങ്ങൾ തട്ടിക്കൂട്ടെല്ലാം പരിപാടിയും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം ഞങ്ങൾ ഇന്ന് രാവിലത്തെ ഷോയാണ് ബുക്ക് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളാക്കും പോലെ താങ്ങി ഒരുങ്ങുമ്പോഴത്തേന് ഞങ്ങളുടെ ടിക്കറ്റിൻ്റെ ടൈമെല്ലാം പോകുമെന്ന് വിചാരിച്ചിട്ട് റെഡി ആയപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ബസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ സാധാരണ നടന്നിട്ട് തന്നെ ടൗണിലേക്ക് പോകാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് വിഷു ആയതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പിൻ്റെ ഫ്രണ്ടിലും കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ബസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇടവണ്ണയിൽ നിന്ന് നേരെ ചന്തക്കുന്ന് ബസ് കയറിയൊക്കെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചന്തക്കുന്ന് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ തിയേറ്റർക്ക് പോവുകയാണ്. അതിന് മുമ്പ് നമ്മൾ ജാംജൂമിൽ വന്ന് കയറുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം 9:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ലല്ലോ. പറ്റും, പക്ഷെ ഇപ്പം നേരത്തെ കാലത്ത് പോയി ചെല്ലണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് തന്നെ ഞങ്ങൾക്ക് അവിടെ കയറാനുള്ള സമയമാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ നിലമ്പൂർ വരുമ്പോഴൊക്കെ ഇടയ്ക്ക് ഇവിടെ കയറാറുണ്ട് കേട്ടോ ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ജാംജൂമിൽ കയറാൻ പോവുകയാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേനുള്ള സമയമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ കയറാൻ വേണ്ടിയിട്ട് നിൽക്കാം. അങ്ങനെ ഇപ്പോൾ സമയം 9:30 ആയിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് 10:45 ഷോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ജാംജൂമിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അത്ര വലിയ ഹൈപ്പർ മാർക്കറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല, എന്നാലും ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ നല്ല ബ്രാൻഡഡ് ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാധാരണ ഉള്ളോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ മാളിലും നോക്കുന്ന പോലെ തന്നെ സൺസ്ക്രീൻ, മോയ്സ്ചറൈസേഷൻ ക്രീം, അതുപോലുള്ള കുറച്ച് ഐറ്റംസിൻ്റെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് റേറ്റും കാര്യങ്ങളെല്ലാം എവിടെ പോയാലും നമ്മൾ കാര്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നത് കേട്ടോ. എന്തായാലും അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം നോക്കും കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളും ഇതിൻ്റെ എല്ലാ സെക്ഷനും ജസ്റ്റ് ഒന്ന് പോയി കണ്ടു. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് നോക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു സാധനം കണ്ടപ്പോൾ ഞങ്ങൾ സ്റ്റോപ്പായിട്ട് നിന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നോമ്പിന് നമ്മൾ ഒരുപാട് ദിവസം ഈ ഒരു സാധനം നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഫ്ലേവേഴ്സ് ഇവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ഫ്ലേവേഴ്സൊന്നും നമ്മൾ അവിടെ ഇല്ല. കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇടവേളയിലും മഞ്ചേരിയിലൊക്കെ ഉള്ളതിലേറെ ഒന്നുകൂടെ സാധനങ്ങളുടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി കേട്ടോ. സെക്ഷനൊന്ന് ജസ്റ്റ് എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലൊക്കെ കേട്ടോ പോയത്. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ കയറിയപ്പോൾ തന്നെ അവിടെ ഒരു അക്വേറിയം പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് സെക്കൻഡ് ഫ്ലോറാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളെല്ലാം കാണാം കേട്ടോ. എല്ലാം ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാം ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെയാട്ടോ ഒരു അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ഏരിയയൊക്കെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെയെല്ലാം കണ്ടപ്പോൾ ഞാൻ പർപ്പിൾ കളർ കണ്ടപ്പം പെട്ടെന്ന് എൻ്റെ കണ്ണ് ക്യാച്ച് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഏരിയയ്ക്ക് വന്നു കേട്ടോ.
ഈ സൈഡിൽ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അവർക്ക് വേണ്ട കുഞ്ഞു കുഞ്ഞു ബാഗ്സ്, അത് പൗച്ച്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് സൈഡിലേക്ക് നോക്കിയപ്പോൾ ഒരു തല തൊട്ട് ഒരു തല വരെ അവൾ ടെഡി ബിയേഴ്സിന് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു സെക്ഷൻ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം അത്ര ക്യൂട്ടായിരുന്നു കേട്ടോ ടെഡി ബിയേഴ്സിനെല്ലാം കാണാൻ. എനിക്കിതിനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല കളറിൽ കാണുന്നത് എനിക്ക് അതിലേറെ ഇഷ്ടം. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്കൊന്നും പറയില്ല, കാരണം എനിക്ക് അത്രയും ഒരുപാട് ഇഷ്ടമായിട്ടോ ഇത് കണ്ടപ്പോൾ. ഈ പിങ്കൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വെറുതെ ബാഗൊക്കെ തിരിഞ്ഞപ്പോഴാണ് ഈ ഒരു സെക്ഷനെ ഞാൻ കണ്ടത് കേട്ടോ. ഫ്ലവറിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ക്രാഫ്റ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ കാണുമ്പോൾ എൻ്റെ കണ്ണ് പെട്ടെന്ന് ക്യാച്ചായി പോകുന്നുണ്ട് അങ്ങോട്ട്. അപ്പോൾ നമ്മുടെ മഞ്ചേരിയിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഷോപ്പിലാറ് എത്രയോ അടിപൊളി ഐറ്റംസ് വെറൈറ്റി കളേഴ്സിലൊക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഈ ഒരു പർപ്പിൾ കളറിലും വൈറ്റ് കളറിലൊക്കെ അവിടെ ഇല്ലാത്ത ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിതൊക്കെ ഒരുപാട് ഇഷ്ടമായി. നമുക്ക് എപ്പോഴും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തൊരു സങ്കടം പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കയറാൻ വീട്ടിൽ നിന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുള്ള ക്യാഷും കാര്യങ്ങളൊന്നും കയ്യിൽ കരുതിയിട്ടില്ലായിരുന്നു. നമ്മൾ ടിക്കറ്റ് ഇന്നലെ ബുക്ക് ചെയ്തിട്ട് ഫിലിമിന് വന്നു. ഇനി പോകുമ്പോൾ ഫുഡ് കഴിക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിലേ പോന്നിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം കണ്ടപ്പോൾ കസിന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അവളതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ നമ്മൾ ഫിലിം കണ്ടിറങ്ങുമ്പോൾ റിട്ടേൺ പോകുമ്പോൾ ഇത് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതിവിടെ കണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സെക്ഷൻ ഫുള്ള് ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ ഓരോ സംഭവങ്ങളാണ് കേട്ടോ. ഫ്രെയിംസൊക്കെ പല പല ടൈപ്സിൽ പല എന്താ പറയുക, കാണാത്ത ഒരുപാട് മോഡൽസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഗിഫ്റ്റ് ബോക്സിലാണെങ്കിലും അങ്ങനെ ഉണ്ട്. ഫ്രെയിംസിൽ പല ഡിസൈനിലുള്ള ഫ്രെയിംസും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഷോപ്പോ ഹൈപ്പർ മാർക്കറ്റോ സംഭവങ്ങളൊന്നും നമ്മളെ മഞ്ചേരി ഇല്ലാത്തത് ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. കാരണം ഇവിടുത്തെ സാധനങ്ങൾ അത്രയും ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രെയിംസ് എല്ലാം നോക്കി, ഫ്രെയിംസ് ആണെങ്കിലും അവിടുത്തെ ഒന്നും കൂടെ ക്വാളിറ്റി ആയിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ റേറ്റും കാര്യങ്ങളും നോക്കി, റേറ്റ് കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിലും പക്ഷേ സാധനം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആട്ടോ ഇവിടെ ഉള്ളത്. നിലമ്പൂർ ഏരിയയിലുള്ളവർക്കൊക്കെ അടിപൊളിയായിട്ട് ക്രാഫ്റ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഇവിടുന്ന് പർച്ചേസ് ചെയ്താൽ അടിപൊളി റിവ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം അത്രക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും അങ്ങനെ വേറെ സെക്ഷൻ നോക്കിയപ്പോഴാണ് ഈ ഒരു സെക്ഷൻ എനിക്ക് അതിലേറെ ഇഷ്ടമായിട്ട്. എന്താ പറയുകയെന്ന് പറഞ്ഞാൽ ഇതിനൊന്നും പറയാനൊന്നുമില്ല. കാരണം ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമ്മൾ മഞ്ചേരിയിൽ കണ്ടിട്ടില്ല. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റുകളായിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊന്നും നമ്മുടെ മഞ്ചേരിയിൽ അവൈലബിൾ അല്ല കേട്ടോ. ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. കാരണം ആ റേറ്റിനുള്ള ഒരു എന്താ പറയുക, ക്വാളിറ്റി ആണെങ്കിലും അതിൻ്റെ ഒരു രസമൊക്കെ സംഭവത്തിനുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും റേറ്റ് കൂടുതലാണെങ്കിൽ പോലും നമ്മളെ മഞ്ചേരിയിലൊന്നും ഈ ഒരു സംഭവമില്ല. എനിക്ക് ഈ ഒരു സെക്ഷൻ ഒരുപാട് ഇഷ്ടമായി കേട്ടോ. പിന്നെ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ഗിഫ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ട അങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കളർ കൂടിയിട്ടുള്ള ഫ്ലവേഴ്സാട്ടോ വരുന്നത്. കാരണം നമ്മൾ കാണാത്ത കളറിലുള്ള കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നുന്ന പോലത്തെ കളേഴ്സും മോഡൽസുമാണ് നമ്മളിവിടെ കണ്ടത് കേട്ടോ. സാധാരണ നമ്മൾ കാണൽ റെഡ്, വൈറ്റ്, റോസ് അതുപോലത്തെ കുറച്ച് കളേഴ്സ് അല്ലേ. ഇവിടെ എന്ന് പറഞ്ഞാൽ യെല്ലോ, പിന്നെ വേറെ ഏതൊക്കെയോ പറയാൻ കഴിയാത്ത കളേഴ്സ്, അതൊക്കെ ഒരു ഗോൾഡൻ കളർ ഷെയ്ഡ് വരുന്ന പോലത്തെ 2 കളർ മിക്സ് ചെയ്തിട്ട് വരുന്ന ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ളത്. നമുക്ക് ഗിഫ്റ്റ് ബോക്സൊക്കെ സെറ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും. അത്രയും നല്ല പെർഫെക്റ്റ് സാധനങ്ങളാട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ നിലമ്പൂർ ഏരിയയിലൊക്കെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ റേറ്റ് കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിലും കസ്റ്റമേഴ്സിന് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി സാധനങ്ങൾ കൊടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കണ്ട് എനിക്ക് എന്താ അറിയില്ല, ഒരുപാട് ഇഷ്ടമായി ഈ ഒരു ക്രാഫ്റ്റിൻ്റെ സെക്ഷനെല്ലാം കണ്ടപ്പോൾ കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബാക്കി സെക്ഷനും കൂടെ നോക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കിഡ്സിനായിട്ടുള്ളൊരു ഡ്രസ്സിൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിൽ നോക്കിയപ്പോൾ വീണ്ടും കാലിഗ്രഫി ഐറ്റംസ് കേട്ടോ. ഫുള്ള് എന്താ പറയുക, ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. ഏത് ടൈപ്പ് ആണെങ്കിലും ഇവിടെ ഉണ്ട്. ഇതിന് മുമ്പ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അന്ന് ഇത്ര വലിയ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് ഒരുപാട് ഐറ്റംസ് ന്യൂ ആയിട്ട് വന്നിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ് അന്നെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ക്രാഫ്റ്റിൻ്റെതൊന്നും കൂടുതലായിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് വന്ന നൈസ് സാധനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ബാക്കി എല്ലാതും നോക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു സംഭവം കണ്ടത്. ഇത് ഞാൻ കുറേ ദിവസമായിട്ട് ഓൺലൈനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ആ ഒരു നമ്മൾ ജ്യൂസെല്ലാം കുടിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതെനിക്ക് വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. അത് വാങ്ങും ഞാൻ വൈകാതെ കേട്ടോ. കാരണം ഞാൻ കുറേ ദിവസമായിട്ട് അത് ഓൺലൈനിലൊക്കെ തപ്പിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ കണ്ടത് ഗ്ലാസിൻ്റെതാട്ടോ. ഗ്ലാസിൻ്റെതായാൽ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെനിക്ക് ഇതിൻ്റെ വേറൊരു ഐറ്റംസ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ ഒരു ഇത് എനിക്ക് വാങ്ങണം. ഞാനത് വാങ്ങും കേട്ടോ വൈകാതെ തന്നെ.
ഏറ്റവും ലാസ്റ്റ് സെക്ഷനിലേക്ക് വന്നപ്പോഴും ഇവിടെയും ടെഡി ബിയേഴ്സിൻ്റെ കളക്ഷൻസ് ആട്ടോ. എന്താ പറയുക, എനിക്ക് ടെഡി ബിയേഴ്സ് കാണുന്നത് അത്ര ഇഷ്ടമായിട്ടോ. എവിടെ പോയാലും ഞാൻ അതിൻ്റെ ഫോട്ടോ വീഡിയോ എടുക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം ടെഡി ബിയേഴ്സിനെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഈ ഒരു സൈഡിലും ഉണ്ടായിരുന്നു. മറ്റേ സൈഡിലാണെങ്കിൽ അതിലേറെ ക്യൂട്ടായതുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കിഡ്സിന് പറ്റിയ ഐറ്റംസ് ആട്ടോ. കിഡ്സിനുള്ള ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ ഫസ്റ്റ് ഫ്ലോർ കാണാം കേട്ടോ. ബില്ല് പേ ചെയ്യുന്നതും പാർക്കിംഗ് ഏരിയയും എല്ലാം കാണാം കേട്ടോ. പക്ഷെ ഇവിടുന്ന് വീഡിയോ എടുക്കുമ്പം ക്ലിയർ ഉണ്ടാവില്ല. എനിക്ക് ഈ ടെഡി ബിയേഴ്സ് എത്തിയതൊക്കെ എനിക്ക് വീണ്ടും ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാൻ പോകാൻ നേരം ഒന്നും കൂടെ ഇവിടെ വന്നിക്കാണ്ട് കണ്ടു കേട്ടോ. പിന്നെ നമ്മൾ പോവാണ്, നമ്മൾ അത്യാവശ്യം എല്ലാം കവർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10:45 ഷോ ഉള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ഇറങ്ങി. ജാംജൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ തിയേറ്റർ ഉള്ളത് കേട്ടോ, ഫെയർലാൻഡ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കയറി. ഇനിയിപ്പോൾ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളും ഓൺലൈനായിട്ട് എടുത്തതാണെങ്കിലും ഞങ്ങൾക്ക് ഇവിടുന്ന് അതിൻ്റെ സീറ്റും കാര്യങ്ങളെല്ലാം കിട്ടാനുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് ഫോട്ടോ എല്ലാം എടുക്കാൻ നോക്കിയിട്ടോ. പക്ഷേ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് വലിയ ഫോട്ടോസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്ത സാധനം കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് ടിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കൗണ്ടറിൽ കാണിച്ചപ്പോൾ ഒരു പറഞ്ഞു കേട്ടോ അകത്താണുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അകത്തൊരു ATM മെഷീൻ പോലത്തെ ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീനുമേ നമുക്ക് നമ്മുടെ ID അടിച്ചു കൊടുത്താലാണല്ലോ നമ്മളെ ടിക്കറ്റ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മൾ ATM ഒക്കെ വർക്ക് ചെയ്യണ കണ്ടിട്ടില്ല, അതേപോലത്തെ ഒരു മെഷീൻ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് മീൻസ് ഫസ്റ്റ് ടൈമാണ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഫിലിം കാണാൻ വരുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് ഇവിടെ വന്നിട്ടാണ് ബുക്ക് ചെയ്യാറ്. ഇന്നലെ ഞങ്ങൾ അതിന് സീറ്റ് നോക്കിയപ്പോൾ കഴിയാനായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ബുക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ അതിലൊരു ID ഉണ്ടാകും. ആ ID നമ്മളിവിടെ അടിച്ചു കൊടുത്താൽ നമുക്ക് ടിക്കറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ആ ടിക്കറ്റ് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ സമയം ആയിട്ടില്ല, 10:30 ആയിട്ടുള്ളൂ കേട്ടോ. 10:45 കയറുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീണ്ടും പുറത്ത് ജസ്റ്റ് പോയി നിന്നിട്ടോ. അതാട്ടോ നമ്മൾ ജാംജൂബ് നേരത്തെ പോയ ഹൈപ്പർ മാർക്കറ്റ്, രണ്ടും നേരെ ഓപ്പോസിറ്റ് ആട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് നിന്നിട്ട് ഇവിടുന്ന് ഒരു ഫോട്ടോ കൊടുത്തിട്ട് സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഫൈനലി നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഫിലിം സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നുള്ളൂ കേട്ടോ. അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ സീറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ L6 ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറിയിരുന്നു. ഇനി നമുക്ക് ഫിലിമെല്ലാം കാണാം കേട്ടോ. കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ഫിലിം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫിലിം കണ്ടിട്ട് ബാക്കി വരാം. അപ്പോൾ ഞങ്ങൾ ആ ഒരു ആടുജീവിതം എന്നുള്ള എഴുത്ത് കാണുമല്ലോ നമുക്ക് സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട്, അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നേരം നിന്നിട്ടോ. പക്ഷെ അത് വരുന്നില്ല. ലാസ്റ്റ് അതും വന്നു കേട്ടോ. ഇനി നമുക്ക് ഫിലിം കണ്ടിട്ട് ഇൻ്റർവെല്ലിന് കാണാം കേട്ടോ. അങ്ങനെ ഗായ്സ് ഇൻ്റർവെൽ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻ്റർവെൽ ആയതിനു ശേഷം ഞങ്ങളൊന്ന് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ ദിലു വന്നിരുന്നു കേട്ടോ. ദിലു അവൻ്റെ ഫ്രണ്ട്സുകളുടെ കൂടെ ടിക്കറ്റ് എടുത്തെല്ലാം കയറിയിരുന്നു കേട്ടോ. ഞങ്ങളെ സെക്ഷൻ തന്നെയായിരുന്നു കേട്ടോ ഓനും. അപ്പോൾ ഞങ്ങൾ ഇൻ്റർവെൽ ആയപ്പോൾ വന്നു. ഞങ്ങൾ പോപ്കോൺ എല്ലാം വാങ്ങിയിരുന്നു കേട്ടോ. പിന്നെ കസിന് ഇഷ്ടമല്ല, അപ്പോൾ ഞങ്ങൾ ഒരു പോപ്കോണേ വാങ്ങിയിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ വെറുതെ ജസ്റ്റ് തിന്നുകൊണ്ടിരിക്കാൻ അങ്ങനെ ഞങ്ങൾ വെള്ളവും പോപ്കോണും കൂടെ വാങ്ങിയിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളോട്ടിൽ തന്നെ കയറിയിരുന്നു. അപ്പോൾ ഇനി എന്താ ഇതുവരെ ഉള്ളത് എന്താ വെച്ചാൽ പറയുക, അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ബാക്കിയും കൂടെ കാണാനുള്ള ത്രില്ലിങ്ങിലാണ്. അപ്പോൾ ഞങ്ങൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ തന്നെ വന്നിരുന്നു പോപ്കോൺ എല്ലാം കഴിക്കാമായിരുന്നു കേട്ടോ. ബാക്കി ഇനി ഫിലിം കാണട്ടെ കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ആ ഫിലിം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ കണ്ടൊരു ഷോക്കിൽ അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. എന്താ പറയുക, ഫിലിം കണ്ടാൽ ഒരു ഷോക്കായി പോവും. കാരണം പ്രവാസിയായിട്ടൊക്കെ നമ്മുടെ എന്താ റിലേറ്റീവ്സ് ആയാണ് നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഗൾഫിലുണ്ടാകുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി അത് ക്യാച്ച് ചെയ്തിട്ട് പോവും. അപ്പോൾ എന്താ അറിയില്ല, കണ്ടൊരു ഷോക്കിൽ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയത് കേട്ടോ തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ ഫിലിം കാണണം എന്ന് തന്നെയാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. അത് തന്നെ തിയേറ്ററിൽ വന്ന് കാണണം, വലിയ സ്ക്രീനിൽ തന്നെ കാണണം കേട്ടോ. നന്നായിട്ട് സാഡായി പോകും എന്ന് പറഞ്ഞാൽ നന്നായിട്ട് സാഡായി പോകും. ഞാനൊക്കെ നന്നായിട്ട് കരഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ് തൊട്ടേ നമുക്ക് ഫീലിംഗ് ആയിട്ട് പോകും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം എന്നാട്ടോ പറയുന്നത്. ഫോണിൽ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിങ്സ് ഒന്നും ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല. അങ്ങനെ വലിയ സ്ക്രീനിൽ ആ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിങ്സിലോട് കാണുമ്പോൾ നമുക്ക് ഫിലിം അടിപൊളിയായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് ബ്ലോക്ക് തന്നെയായിരുന്നു കേട്ടോ. ഉച്ചക്ക് ഫിലിം കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വന്നിരുന്നു. ഞങ്ങൾ
ഞങ്ങൾ രാവിലെ ജാംജൂമ വിസിറ്റ് ചെയ്തപ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്കൊരു ഫ്ലവർ ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ റിട്ടേൺ പോകുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ പോയതായിരുന്നു. കാരണം തിയേറ്റർക്ക് പോകുമ്പോൾ അതും കൈ പിടിച്ച് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ കയറിയിട്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. അപ്പോൾ ഞങ്ങളത് പെട്ടെന്ന് വാങ്ങിയിട്ട് പെട്ടെന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ ഇടവണ്ണക്കുള്ള ബസ് കയറാം കേട്ടോ. അപ്പോൾ ഇവിടെയൊന്നും റെസ്റ്റോറൻറ്റ് ഹോട്ടലോ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. ഇനി നിലമ്പൂർ ഇറങ്ങിയാൽ പിന്നെ നമുക്ക് വീണ്ടും വേറെ ബസ് കയറണം. അപ്പോൾ നമ്മൾ ഇടവണ്ണ എത്തിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇടവണ്ണ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കച്ചാസ് പോവാം കേട്ടോ. അപ്പോൾ കച്ചാസിൽ നിന്ന് നമുക്ക് ഷവർമ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾ കട്ടക്ക് മൂഞ്ചി കേട്ടോ. ഇന്ന് വിഷു ആയതുകൊണ്ട് തന്നെ അവിടെ ഷവർമയോ ഷവായോ ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ കയറി, ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സെക്ഷനിലേക്ക് കയറി കേട്ടോ. പക്ഷെ അപ്പോൾ ഓര് പറഞ്ഞു അവിടെ ഓപ്പൺ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സസ്യമായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഷവർമ കഴിക്കണം എന്നുള്ള ഒരു ഇതിൽ തന്നെ കയറിയതായിരുന്നു കേട്ടോ. നല്ല റിച്ച് ആയിട്ട് ഇന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് കയറിയിരുന്നു. പക്ഷെ ഞങ്ങൾ കട്ടക്ക് മൂഞ്ചി. ലാസ്റ്റ് ഇവിടെ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ ബർഗറും സാൻഡ്വിച്ചും ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തൽക്കാലം ഞങ്ങൾ ബർഗറും സാൻഡ്വിച്ചും പാർസൽ വാങ്ങിയിട്ടോ. പിന്നെ ഞങ്ങൾ ഒരു നൂഡിൽസും കൂടെ വാങ്ങി വൈകുന്നേരം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നടന്നുകൊണ്ട് പോകുമായിരുന്നു കേട്ടോ. നടന്നുകൊണ്ട് പോയപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടത് കേട്ടോ. ഓന് ബൈക്കിൽ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ഓന് ചന്തക്കുന്നുമ്മക്ക് ബസ് കയറാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡിലേക്ക് പോകുമായിരുന്നു കേട്ടോ. അതിന് എന്നെ കണ്ടപ്പോൾ ഓൻ അവിടെ നിർത്തി. ബസ്സിലായിരുന്നു കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അങ്ങനെ ഞങ്ങൾ വന്ന് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. രാവിലെ നമ്മൾ ചായ കുടിച്ച് പോയതല്ലേ. അപ്പോൾ ഞങ്ങൾ നല്ല ഫുഡൊക്കെ കഴിക്കാൻ വിചാരിച്ച് പോയതായിരുന്നു. പക്ഷെ ഒന്നും ഇങ്ങനെ നടന്നില്ല. അപ്പോൾ ഞങ്ങൾ തൽക്കാലം ബർഗറും സാൻഡ്വിച്ചും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങളത് കഴിക്കുമായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തു. ഇപ്പോൾ ഈവനിങ് ആണ് കേട്ടോ സമയം. അപ്പോൾ 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒരു ഫിലിമൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ സൺഡേ വ്ളോഗ് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നൈറ്റ് ആയി. അപ്പോൾ ഞങ്ങൾ വാർപ്പിൻ്റെ മേലെ ഇരുന്ന് സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ പുറത്ത് താഴെയൊക്കെ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞങ്ങൾ നൈറ്റ് ആയാലും മേലെ കയറും കേട്ടോ. മേലെ ആകുമ്പോൾ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളിവിടെ കയറിയിരുന്ന് കുറച്ച് സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ആ സമയത്താണ് തലങ്ങും വിലങ്ങും എല്ലായിടത്തുനിന്ന് പടക്കം പൊട്ടുന്ന സൗണ്ട് ഉണ്ട് കേട്ടോ. ഞാൻ ചെവി കൂക്കുന്നുണ്ട്. കാരണം ഇന്ന് വിഷയമായതുകൊണ്ട് തന്നെ പടക്കം നന്നായിട്ട് പൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറേ വീഡിയോ ഓപ്പൺ ആക്കി നിൽക്കും, എന്താ വീഡിയോയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം വീഡിയോ ഓഫ് ആക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല കളർഫുള്ളായിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് നൈറ്റാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നതിന് ശേഷമാണ് നാണി വന്നത് കേട്ടോ. അപ്പോൾ നാണി വന്നപ്പോൾ ഓനും കുറച്ച് പടക്കവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതും കൂടെ നമ്മൾ പൊട്ടിക്കാണ്ടായിരുന്നു. അതൊക്കെ ഓൻ തന്നെ പൊട്ടിച്ചിട്ടോ. ഞങ്ങൾക്ക് ചെവിട്ട് ഇങ്ങനെ കൂക്കുക. അതുകൊണ്ട് കുറച്ചൊക്കെ നാണി തന്നെ പൊട്ടിച്ചു. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ 10:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പം നമുക്ക് വിഷയമായതുകൊണ്ട് തന്നെ അതിൻ്റെ അവിയലും അത് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. പപ്പടം ഞങ്ങൾ പിന്നെ ഇപ്പോൾ ഇവിടുന്ന് പൊരിച്ചതാണ്. പായസം കിട്ടിയിരുന്നു കേട്ടോ. പായസമെല്ലാം ഞങ്ങൾ വൈകുന്നേരം കുടിച്ചു. അപ്പോൾ അവയിലൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഫിലിം കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ കാണാമെന്ന് വിചാരിച്ച് അവിടെ സ്റ്റോപ്പാക്കി വെച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് കണ്ടുകൊണ്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ സൺഡേ വ്ളോഗ് അവസാനിക്കാനായിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഷൂട്ട് ചെയ്ത സംഭവങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് പുറത്ത് പോയത് അവിടെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.